സർ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജി സുകുമാരൻ നായർ അദ്ദേഹം അതിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെ സമുദായ സംഘടനകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ഉചിതമാണോ? എന്താണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ സാറിന്റെ അഭിപ്രായം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആരായിരിക്കണം, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരായിരിക്കണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തി ജനാധിപത്യ രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊരു തീരുമാനം 13-ാം തീയതി വൈകുന്നേരം എത്തുന്നു. അപ്പോ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ് ഒരു പ്രസ്താവന പത്രക്കാർക്ക് കൊടുക്കാണ്. നാളെ, അതായത് 14/5/2026 രാവിലെ ആരാണ് കോൺഗ്രസിന്റെ കേരള മുഖ്യമന്ത്രി ആയി ഹൈക്കമാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആ പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കെ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഉടനെ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കോൺഗ്രസ് ലീഗിന്റെ തീരുമാനം നടപ്പിലാക്കുന്നു. ഇവിടെ മുസ്ലിം ലീഗാണ് കോൺഗ്രസിന്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി അവരെ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നൊക്കെ ഒരു പ്രസ്താവന വളരെ അപക്വമായി, തനിക്ക് ഒരു അവകാശവുമില്ലാത്ത ഒരു കാര്യത്തില് NSSന്റെ ആസ്ഥാനത്ത് അദ്ദേഹം ഒരു പ്രസ്താവന നടത്താണ്. അതായത് കോൺഗ്രസിൽ 3 കാൻഡിഡേറ്റ് ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സമൂഹ മധ്യത്തിൽ നിന്നിരുന്നത്. അതിലൊന്ന് ശ്രീ വി ഡി സതീശൻ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് ശ്രീ KC വേണുഗോപാൽ. അപ്പോ NSS 3 പേരും നായർ സമുദായ അംഗങ്ങളാണ്. NSSന്റെ പ്രവർത്തനം NSSൽ നിർത്തി മറ്റു കക്ഷികളുടെ കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്ത് ഇടപെടുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഏതെങ്കിലും മത സമുദായ സംഘടനകളുടെ ഓഫീസിൽ നിന്നല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് ശ്രീ വി ഡി സതീശൻ നേരത്തെ മുതൽ പറയാറുണ്ട്. അത് അദ്ദേഹം കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പറയാറുണ്ട്. 2021 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ മതസംഘടനകള്, സാമുദായിക സംഘടനകള് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മതത്തെയും സമുദായത്തെയും കൂട്ടിക്കുഴച്ച് മതനേതാക്കളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണ്. തീരുമാനങ്ങൾ വരേണ്ടത് രാഷ്ട്രീയ സമൂഹത്തിൽ നിന്നാണ്. അതാത് പാർട്ടിയുടെ തീരുമാനം അതാത് പാർട്ടിക്ക് എടുക്കാൻ കഴിയണം എന്നൊക്കെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു വാക്കും കൂടി പറഞ്ഞു, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്ന നടപടികളിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നല്ലതല്ല, കേരളത്തിന് നല്ലതല്ല. അദ്ദേഹം പിന്നൊരു സമയത്ത് പറഞ്ഞു, ശ്രീ പിണറായി വിജയനായാലും വി ഡി സതീശനായ ഞാനാണെങ്കിലും ഒക്കെ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് പോകും. അപ്പോഴും ഇവിടെ നമ്മുടെ സംസ്ഥാനം നിലനിൽക്കണം, നമ്മുടെ രാജ്യം നിലനിൽക്കണം. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിൽ സമുദായ നേതാക്കള് ഒരു പരിധി വിട്ടിടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. സർ, പക്ഷേ അതിനിടയിൽ തന്നെയല്ലേ ലീഗ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള രീതിയിൽ ബലം പിടിച്ചത് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, സമസ്ത തുടങ്ങിയ സകല സമുദായ രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ പിന്തുണ കൊടുത്തിരുന്നത് വി ഡി സതീശനുമാണ്. അപ്പോ തെറ്റാണ്. അതായത് ഒരു ഘടകകക്ഷി സമസ്ത അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഒരു ഘടകകക്ഷിയല്ല. അവര് സതീശന് മുഖ്യമന്ത്രി ആക്കണമെന്ന് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. സമസ്ത പറഞ്ഞ അഭിപ്രായം
ലീഗ് പറഞ്ഞിട്ടുണ്ട്, ലീഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലീഗ് എന്താ പറഞ്ഞത്? ഘടകകക്ഷിയാണെങ്കിൽ പോലും ലീഗ് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപക്ഷത്ത് നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ജനപക്ഷത്തെ ഈ തവണത്തെ ജനങ്ങള് UDF-ന്റെ നേതൃത്വം കൊടുത്ത VD സതീശന്റെ വാക്കുകളിൽ വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് ടീം UDF-നെ നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം മുസ്ലിം ലീഗ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് സംഘടനയാണെന്നും പറഞ്ഞു. ഞങ്ങളുടെ നിർദ്ദേശം സ്വാഭാവികമായും UDF-ന്റെ ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, അതിന് അഭിപ്രായം പറയാം. അല്ലാണ്ട് സമസ്തയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും കോൺഗ്രസിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ്. മുസ്ലിം ലീഗ് ഘടകകക്ഷി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകരുത്, ജനങ്ങളുടെ തീരുമാനം നടപ്പാക്കണം, അധികം വൈകാതെ തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് അവകാശമുണ്ട്. അവര് ഒപ്പം പറഞ്ഞ പ്രധാന കാര്യം എന്താ? അവര് പറഞ്ഞത് കോൺഗ്രസ് ആണ് അവസാനമായി തീരുമാനിക്കേണ്ടത്. സതീശനെ മുൻനിർത്തിയുള്ള ഒരു പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. സതീശൻ പറഞ്ഞിടത്തെത്തി. 100 സീറ്റ് എത്തുമെന്ന് വേറെ ഒരു രാഷ്ട്രീയക്കാരും കേരളത്തിൽ പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല, വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ, എന്റെ പേര് മുഖ്യമന്ത്രി കാൻഡിഡേറ്റിൽ കൂട്ടരുത്, എന്റെ പേര് മൈനസ് ചെയ്തിട്ട് വേണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാനെന്ന്. അപ്പോ വർഗീയ കക്ഷികള് അല്ലെങ്കിൽ സമുദായങ്ങള് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അവരുടെ അവകാശങ്ങളിൽ കൈകടത്തരുത്. അവരവരുടെ ജോലി ചെയ്യട്ടെ. സമുദായ സംഘങ്ങൾ സാമുദായിക ഉദ്ധാനത്തിന് അല്ലെങ്കിൽ സമുദായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ? പക്ഷേ MLA-മാരുടെ ആയാലും MP-മാരുടേതായാലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പിന്തുണ വന്നിരുന്നത് KC വേണുഗോപാലിനാണ് എന്നുള്ളത് പുറത്തു വന്ന കാര്യമല്ലേ? അപ്പോൾ പൂർണ്ണമായിട്ട് ശരിയല്ല. അതായത് 42 പേരോളം KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്നും 15 പേര് VD സതീശനെ പിന്തുണച്ചു എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പൂർണ്ണമല്ല. അതായത് അതിന്റെ യഥാർത്ഥ കണക്ക് ഒരാൾക്കും പബ്ലിക് ആയിട്ട് കിട്ടിയിട്ടില്ല. പറഞ്ഞതിൽ ഒരു ചെറിയ മുൻതൂക്കം MLA-മാര് വേണുഗോപാലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയായിരിക്കാം. പക്ഷെ ഒരു മഹാഭൂരിപക്ഷമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഈ പറഞ്ഞവരൊക്കെ തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചോളൂ എന്നാ പറഞ്ഞത്. അവസാനം ഐക്യകണ്ഠേന പാസ്സാക്കിയത് എന്താണ്? ഹൈക്കമാൻഡ് തീരുമാനിച്ചോളാനാണ്. ഹൈക്കമാൻഡിനാണ് വിട്ടത്. അപ്പൊ അത് കഴിഞ്ഞാൽ അതൊക്കെ പോയി, അതിന് മുമ്പുള്ള തീരുമാനങ്ങളൊക്കെ പോയി. ഹൈക്കമാൻഡിനെ വിട്ടേക്കാണ്. ഹൈക്കമാൻഡ് തീരുമാനം. ഹൈക്കമാൻഡ് ഇവിടുത്തെ വിജയ സാധ്യതകളും പിന്നെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റിനും ഒരു സയന്റിഫിക് ആയിട്ട് ഈ കോൺഗ്രസ് കൊടുക്കുന്ന പദ്ധതികൾ നടപ്പാക്കാനും ഒക്കെ ഉള്ള കഴിവുള്ളത് ആരാണെന്ന് എല്ലാ നേതാക്കളോടും ചോദിച്ചപ്പോ അവര് പറഞ്ഞ അഭിപ്രായം നടപ്പാക്കി. അല്ലാതെ ഈ മുസ്ലിം ലീഗിന്റെ ഒരു തീരുമാനം നടപ്പാക്കാനല്ല ചെയ്തേ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പിന്നെ എന്തിനാണ് ലീഗ് അടിക്കടി ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ സതീശന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്? ലീഗിന് അങ്ങനെ ഒരു താല്പര്യമില്ല. ഘടകകക്ഷി എന്നുള്ള നിലയിൽ ലീഗ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ലീഗിന് 1-2 തവണയോ പറയാം. അതിനും അപ്പുറം ലീഗ് പാണക്കാട് വീട്ടിൽ പോയി ചർച്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഘടകകക്ഷിയുടെ വീട്ടിൽ ആൾക്കാർക്ക് പോകണമെന്ന് എന്താ കുഴപ്പമുള്ളത്? ആദ്യം ഒരു ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിലേക്ക് എല്ലാവരും എത്തുക എന്നുള്ളതാണല്ലോ. അതെ, അങ്ങനെയാണല്ലോ എത്തിക്കണത്. അല്ലാന്ന് ആരാ പറഞ്ഞേ? ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ആരും എതിർത്തിട്ടില്ല. ഹൈക്കമാൻഡ് തീരുമാനം ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഹൈക്കമാൻഡ് തീരുമാനിച്ചേനെ, മാറ്റി തീരുമാനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, എന്ത് ഭൂരിപക്ഷം ഏത് MLA-മാർ പറഞ്ഞാലും അതിനുശേഷം അവർ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി. അതിനുശേഷം പിന്നെന്തെങ്കിലും പറഞ്ഞാൽ അത് അച്ചടക്ക ലംഘനമാണ്. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയാണ് എടുക്കേണ്ടത്. ആസ് ഓഫ് നൗ കേരള ജനങ്ങള് ഹാപ്പിയാണ്. കേരളത്തിലെ ജനങ്ങള് VD സതീശന്റെ പ്രവർത്തനം കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങള്
അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തട്ടെ. അദ്ദേഹം ഒരു കോമ്പറ്റീറ്റീവ് പേഴ്സൺ ആണ്. കഴിഞ്ഞ 35 കൊല്ലമായിട്ട് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അതിനു മുമ്പുണ്ട്. 25 കൊല്ലമായിട്ട് ശക്തനായിട്ടൊരു MLA ആണ്. ഇടതുപക്ഷത്തിന്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റിൽ, ജയിച്ചുകൊണ്ടിരുന്ന സീറ്റിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിയിട്ട് തിരിച്ച് സകല മർമ്മങ്ങളും പ്രയോഗിച്ചിട്ട് ആ സീറ്റ് ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണട്ടെ. അദ്ദേഹത്തിന്റെ അവതരണ രീതി സാമ്പത്തിക രംഗത്തും വന്ന് കേരളം ഒന്ന് രക്ഷപ്പെട്ട് അതിനിടയ്ക്ക് സുകുമാരൻ നായരെ പോലെയോ വെള്ളാപ്പള്ളി നടേശനെ പോലെയോ ഉള്ള ആൾക്കാര് അത് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ അതിൽ സമുദായത്തിനെ എന്റെ ചട്ടക്കൂടിൽ ഊന്നി നിന്നുകൊണ്ട് അവർ പ്രവർത്തിക്കട്ടെ. അവർ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു പാർട്ടിയെ കുറ്റപ്പെടാതിരിക്കട്ടെ. മുസ്ലിം ലീഗ് എന്ന ദേശീയ ലക്ഷ്യമുള്ള ദേശീയ മുസ്ലിം പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തി വർഗീയ കക്ഷിയായിട്ട് ചിത്രീകരിക്കാതിരിക്കട്ടെ. അതൊക്കെ ചെയ്യട്ടെ. അവർ ഭരിക്കാൻ അനുവദിക്കട്ടെ. ഈ സമുദായ നേതാക്കള് സമുദായത്തിന്റെ കാര്യം നോക്കട്ടെ. ഈ പറഞ്ഞ ശ്രീ സുകുമാരൻ നായർ, അദ്ദേഹത്തിന്റെ NSSല് എന്ത് ജനാധിപത്യമുണ്ട്? ഞാനും ആ സമുദായ അംഗമാണ്. അവിടെ എന്ത് ജനാധിപത്യമുണ്ട്? അവിടെ എന്താണ് ഇലക്ഷൻ നടക്കുന്നത്? എങ്ങനെയാണ് നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെത് ഉൾപ്പെട്ട പ്രത്യേകിച്ച് പറവൂർ നിയോജക മണ്ഡലത്തില് എത്രയോ എനിക്കറിയാവുന്ന ഒരു കരയോഗമുണ്ട്. ആ കരയോഗത്തില് ഒരുപാട് കൃത്രിമം നടന്നിട്ട് ജനങ്ങളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം അന്വേഷിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷത്തോളമായി അവിടെ വളരെ പോലീസ് കേസൊക്കെ ഉള്ളതാണ്. ഇതുവരെയും നടപടി എടുത്തിട്ടില്ല. ലക്ഷക്കണക്കിന് കോടിയോളം വരും രൂപയുടെ പ്രശ്നങ്ങളുണ്ട്. പറവൂർ നിയോജക മണ്ഡലത്തിലെ ഒരു NSS കരയോഗത്തിലുണ്ട്. അതില് അദ്ദേഹം ഇടപെട്ട് അത് പരിഹരിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യട്ടെ. എന്നിട്ട് സമുദായത്തെ എന്റെ കാര്യങ്ങളിലേക്ക് അത് നന്നായിട്ട് നടത്തിയിട്ട് രാഷ്ട്രീയ കാര്യങ്ങളില് അഭിപ്രായം പറയട്ടെ. ജനാധിപത്യപരമായി കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഈ രാഷ്ട്രീയ കക്ഷികൾ അത് നോക്കിക്കോളും. സമുദായ കക്ഷികള് അവരുടെ മതിൽക്കെട്ടിനുള്ളിൽ പ്രവർത്തിക്കട്ടെ. എവിടെയെങ്കിലും വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.